ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി ഉണ്ടല്ലോ, ആ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് ഒരു ഉദ്ദേശം 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളിലേക്ക് മാറിയിട്ടാണ് കിഴക്കോട്ട് ദർശനമായിട്ട് വടക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിദ്യപ്രകാരമാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. രണ്ട് സൈഡിലും ടാറിങ് റോഡാണ്, വീതി കൂടിയ ടാറിങ് റോഡാണ് നമുക്ക് കാണാം. അതുപോലെ ഈ ഒരു സൈഡിലും വീതി ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ ഇട്ടാ ടേണിങ് കഴിഞ്ഞാൽ ബസ് റൂട്ടായി, അത്ര അടുത്താന്ന് പറയാം. അതുപോലെ ധാരാളം വീടുകളുള്ള ഒരു വില്ലയാണ്, എല്ലാം പുതിയ വീട്, 2 ഇരുനില വീടുകളുള്ള എല്ലാ വീടുകളിലും ആൾക്കാർ ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാട്ടാ. ഈ ഭാഗത്ത് വടക്കോട്ട് ദർശനമായിട്ട് ഒരു നീളം കൂടിയ സ്ലൈഡിംഗ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് കാറുകൾ പാർക്ക് ചെയ്യാം. ഇനി ഈ കാണുന്ന ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് തരും കേട്ടോ. ഈ വർക്ക് മാത്രമാണ് ഇവിടെ ബാലൻസ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാ പണിയും ഓൾറെഡി സെറ്റാന്ന് പറയുന്നത്. അതുപോലെ വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണ്, ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ കേട്ടോ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാൽ വെള്ളം കയറൂല, അങ്ങനത്തെ സൂപ്പർ ഏരിയ എന്ന് പറയുന്നത്. ധാരാളം വെള്ളമുള്ളൊരു അടിപൊളി ഏരിയ എന്ന് പറയാം. നമുക്ക് വീടിൻ്റെ സ്റ്റെപ്പ് ഈ ഒരു ഇവിടെ കണ്ടിട്ട് നമുക്ക്, അതായത് കിഴക്കോട്ട് ദർശനം പറ്റിയ സ്റ്റെപ്പ് കൊടുത്തന്നെ, വടക്കോട്ട് വീടിൻ്റെ ദർശനം, കിഴക്കോട്ട് ഇറക്കോ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പറയണേ. വടക്ക് കിഴക്ക് മുതലാട്ട കിണർ നല്ല ഉത്തമമായ സ്ഥാനമെന്ന് പറയാം. ധാരാളം വീടുകളുള്ള ഒരു ഏരിയ. തൃശ്ശൂർ ടൗണിലേക്ക് കൂടി വന്നൊരു 8 കിലോമീറ്റർ. വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുപ്പാളി ഡബിൾ പാളി ഡോറ്, അതും തേക്ക് വുഡിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കയറി വരുന്നൊരു ലിവിങ് ഹാളാണ്. നീളം കൂടിയ വീതി കൂടിയ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫുൾ ലെങ്ത്തിൽ ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED ബൾബ്, അതുപോലെ ഇവിടെ BLDCയുടെ ഫാനും കൊടുത്തിട്ടുണ്ട്, റിമോട്ട് കൺട്രോൾ ഫാനേ. എല്ലാ വർക്കും ഓൾറെഡി സെറ്റാന്ന് പറയാം. ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ മാറ്റിൻ്റെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ധാരാളം വിൻഡോസുകളും കൊടുത്തിട്ടുണ്ട് വെളിച്ചം കയറാനേ. അതുപോലെ ഇവിടെ കണ്ട ലൂവർ വർക്കും ഉണ്ട്, LED ഉണ്ട്, അവരുടെ BLDCയുടെ ഫാനും ഉണ്ട്. ബെഡ്റൂമിൽ എല്ലാ വർക്കും ഭാഗത്തും ഫാനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അടിപൊളി ഒരു മൾട്ടിവോൾ TV ഉണ്ട് നമുക്ക് കാണാം. അതുപോലെ ഒരു ആർച്ചിൽ നമ്മൾ ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിക്ക് പ്രവേശിച്ചു. അതേ മാറ്റിൻ്റെ തന്നെ വീതി ഇവിടെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ഉള്ള ഡൈനിങ് ഹാൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാം ലൂവർ വർക്കും LED ബൾബും, അതുപോലെ ഇതിലും അതെ ഹോൾ സീലിംഗ് വർക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. BLDCയുടെ ഫാനൊക്കെ ചെയ്തിട്ട് LED ബൾബ് ഇപ്പോഴത്തെ ട്രെൻഡ് വീടാന്ന് പറയാം മോഡലേ. ഡൈനിങ്ങിനാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇത് വർക്കൊക്കെ ഫിനിഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും BLDCയുടെ ഫാനൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയിട്ട് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്തിന് അറ്റാച്ച്ഡ് ബാത്റൂമും ഹീറ്ററിനുള്ള പോയിൻറ്റും എക്സോസ്റ്റും എല്ലാം ഓൾറെഡി വർക്കുകൾ കഴിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ബെഡ്റൂമും AC പോയിൻറ്റും ഇന്നൊരു വർക്കും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരില്ല. വാഷ് ഏരിയയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ലൂവർ വർക്കൊക്കെ ചെയ്തിട്ട് LED ബൾബൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ബൾബും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡാന്ന് പറയുന്നത് വീടേ. ഈ ഒരു സൈഡിൽ മൂന്നാമത്തെ ബെഡ്റൂം, ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 12 ബെഡ്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുകൾ വശത്ത് ഇതെവിടെയും BLDCയുടെ ഫാൻ, റിമോട്ട് കൺട്രോൾ ഫാൻ ഓൾറെഡി സെറ്റാണ്. LED ബൾബ് അത് കൺസീൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിങ്സ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയലേ. ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയില്ല ഒരു വാൾഡ്രോബ്സ് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അടിപൊളി ഒരു ഓപ്പൺ കിച്ചണാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൂവർ വർക്കൊക്കെ ചെയ്തിട്ട് ഹാങ്ങിങ് ബൾബും എല്ലാം മൾട്ടിവുഡിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് കാണാം വെറൈറ്റി ആയിട്ട് ചെയ്തെന്ന് പറയാം. ഹാങ്ങിങ് ബൾബൊക്കെ കൊടുത്തിട്ട് കിച്ചണിൽ ഓപ്പൺ കിച്ചൺ ഇപ്പോഴത്തെ ട്രെൻഡാന്ന് പറയുന്നത്. ഇത് വുഡ് ഡിസൈനാണ് ഇവിടെ ടൈൽ കൊടുത്തിരിക്കുന്നത്. അടിയിലൊക്കെ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, ബൾബുകളൊക്കെ ചെയ്തിട്ടത്. അല്ല മുകൾ വശം ധാരാളം കബോർഡ് ഉണ്ട്, അടിഭാഗത്തും ധാരാളം കബോർഡ്. ഫ്രിഡ്ജിൻ്റെ ഒരു പോയിൻ്റാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ലൂവർ വർക്ക് മുകളിലും കിച്ചൻ്റെ മുകൾ വശത്തായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിലൊക്കെ ടൈല് വിരിച്ചിട്ടുണ്ട്, അതായത് പാകിണ്ടെന്ന് പറയാം. വീതി കൂടിയ ടൈല് തന്നെയാണ്. അതിന് അപ്പോക്സിയോട് കൂടിയിട്ടുള്ള ചെയ്തിട്ടില്ല ചുമട്ടിലേ. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഒരു വർക്ക് ഏരിയ ആണ്. അതേ മാച്ചിങ്, അതൊരു വുഡ് ഡിസൈനിലെ ടൈലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഇവിടെയും ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കബോർഡൊക്കെ ചെയ്തിട്ട് സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറും ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ബാത്റൂമും കിട്ടിയിട്ടുണ്ട് വർക്ക് ഏരിയയിൽ സെപ്പറേറ്റ് ആയിട്ട്. കോമൺ ബാത്റൂം ഒരെണ്ണം ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് കിടക്കുന്ന ഭാഗം വല്ലതും വെക്കണമെങ്കിൽ നമുക്ക് ബേബി മെറ്റിൽ മാറ്റിയില്ല, വല്ല ചെറുവക തൈകളൊക്കെ വെച്ച് കൊടുക്കാമെന്ന് പറയാം. സ്റ്റെയർ ഒരു സൈഡിലായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൂന്ന് വശത്തേക്ക് കയറാനുള്ള സ്റ്റെയർ ഈ ഒരു സൈഡിലായിട്ട് ഒരുക്കി കൊടുത്തിരിക്കുന്നുണ്ട്. 400 സെൻറ്റ് സ്ഥലത്ത് 950 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. ഇതിൻ്റെ കൂട്ടുമ്പോൾ ചോദിക്കുന്ന വില 47 ലക്ഷം രൂപ കേട്ടോ.
വില നമുക്ക് സൈറ്റിൽ നെഗോഷ്യബിൾ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വിവിധ ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും. അവിടെ എല്ലാ വിഭാഗം ആളുകളുടെ ആരാധനാലയങ്ങളും ഇവിടെ ഒരു 1/2 കിലോമീറ്റർ, 3/4 കിലോമീറ്റർ, 1 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ വിഭാഗം ആളുകളുടെ ആരാധനാലയങ്ങളും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ലോൺ വേണമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൂടുതൽ നമ്പറുമായി ബന്ധപ്പെടുക. അടുത്ത പുതിയ വീടിൻ്റെ വീഡിയോസുമായി വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.